അതുകൊണ്ട് ഖണ്ഡിക്കണം എന്തിനാണ്? കാരണം രോഗം വരാനുള്ള കാരണങ്ങൾ ഇന്നതാണ്. യോഗം വരാനുള്ള കാരണങ്ങൾ, ആ വ്യക്തിയായിട്ട് നിലനിൽക്കാനുള്ള കാരണങ്ങളും അതുപോലെ തന്നെയുണ്ട്. അല്ലേ? ഒരു വ്യക്തി ജനിക്കാനുള്ള കാരണവും മരിക്കാനുള്ള കാരണമുണ്ട്. ജനിക്കാനുള്ള കാരണത്തിലാണ് അവൻ്റെ ശ്രദ്ധയെങ്കിൽ അവൻ്റെ ജീവിതം ജനനം അതിൻ്റെ തുടർച്ചയുമായിട്ട് പോകും. രോഗത്തിന് കാരണമായിട്ടുള്ള ഭാഗത്തോട്ടാണെങ്കിൽ ആ ഭാഗത്തോട്ട് പോകും. അങ്ങനെയല്ലേ ഉള്ളു. എല്ലാവർക്കും ഒരേ കഴിവേ ഉള്ളു. നിങ്ങൾക്ക് ശ്വസിക്കാനുള്ള കഴിവ് അത് നിങ്ങൾക്കുള്ളതുപോലെ തന്നെ എനിക്കുള്ളു, അല്ലേ? അല്ലാണ്ട് നിങ്ങളുടെ കണ്ണിൻ്റെ കാഴ്ച അതുപോലെ തന്നെയല്ലേ എനിക്കും കണ്ണിൻ്റെ കാഴ്ചയുള്ളു. അത് നിങ്ങൾ ദൂരത്തിരിക്കണ കണ്ട് അതുകൊണ്ട് വല്ല പ്രയോജനമുണ്ടോ? കണ്ണിൻ്റെ കാഴ്ച നിങ്ങൾക്ക് എങ്ങനെയാണ് അനുകൂലമാകുന്നത്? നിങ്ങൾ അങ്ങ് ദൂരത്തിരിക്കണത് കണ്ടോ കണ്ടില്ലേ എന്നുള്ളതല്ല കാഴ്ചയുടെ പ്രയോജനം. നിങ്ങളിലുള്ള കണ്ണ് പ്രവർത്തിക്കുന്നുണ്ട്, അത് നിങ്ങളുടെ ജീവൻ്റെ ഭാഗമാണ്. നിങ്ങൾ പാട്ട് പാടുന്നു, ആ പാട്ട് നിങ്ങളുടെ പാട്ട് പെർഫെക്റ്റാണ്. ഒരു പാട്ടുകാരൻ്റെ പാട്ടുമായിട്ട് കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു പാട്ടുകാരൻ പാട്ട് പാടുമ്പോൾ 10 പേർക്ക് ഇമ്പമുണ്ടായി. അതുകൊണ്ട് ഈ പാട്ടുകാരൻ മെച്ചപ്പെട്ട ജീവിതം നയിക്കുന്ന ആളാകത്തില്ല. നിങ്ങളുടെ സംഗീതം നിങ്ങളുടെ സംഗീതമാണ്, നിങ്ങളുടെ വിശപ്പ് നിങ്ങളുടെ വിശപ്പാണ്. ഓരോ വ്യക്തിക്കും അവനവനിലുള്ളതെന്തോ അത് അവൻ്റെ നിധിയാണ്. അതിനാണ് അവൻ്റെ ആരാധന ഉണ്ടാകേണ്ടത്. അതിൽ ആരാധന ഇല്ലെങ്കിൽ അവൻ്റെ ജീവിതം വല്ലാത്ത കഷ്ടപ്പാടായിരിക്കും. ഓരോ വ്യക്തിയിലുമുള്ള എല്ലാ സവിശേഷതകളും എല്ലായ്പ്പോഴും അവൻ ശ്രദ്ധയോടുകൂടി കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അതാണ് ജീവിതം.